ഫൈനൽ മത്സരമാണ് ഇന്ന് രാത്രി 12:30 നടക്കാൻ പോകുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു മത്സരമാണ്. നമുക്ക് ഇന്ന് അർജൻറ്റീന ഫാൻസാണ്. അർജൻറ്റീന ഇന്ന് എന്തായാലും ഈ രണ്ടാമത്തെ വേൾഡ് കപ്പും കൂടി തൂക്കുന്നതിലെ ഏറ്റവും വലിയ പ്രതീക്ഷയിൽ നമ്മൾ ഈ കളത്തിലേക്ക് ഇറങ്ങുന്നത്. മെസ്സിയിൽ കൂടുതൽ ആത്മവിശ്വാസം നമുക്കുണ്ട്. മെസ്സി നമ്മളെ കൈവിടില്ല എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി നമ്മൾ ഇന്ന് രാത്രി 12:30 ഇവിടെ എത്തും. കളി കാണാൻ വരുന്ന 100ഓളം പേർക്ക് ഇന്നിവിടെ അർജൻറ്റീന ഫാൻസും സ്പെയിൻ ഫാൻസും ചേർന്ന് ഇവിടെ നമ്മൾ ബിരിയാണി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കളി അധികം പേര് നോക്കാൻ വരുന്ന എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു പാർക്കോ ക്ലബിലേക്ക്. ഇതിൽ ഏറ്റവും വലിയ ഫേമസ് ടീമാണ് അർജൻറ്റീന. അർജൻറ്റീന പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ ബാറ്റിഷൂട്ട മറഡോണ ഇവരൊക്കെ ഏറ്റവും നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ടീമാണ് അർജൻറ്റീന. ഇത് നമ്മൾ മെസ്സിനെ നമ്മൾ ഒരിക്കലും ഇത് ഏറ്റവും നല്ലൊരു കളിക്കാരനായിട്ടാണ് നമ്മളെ ഒരു ഫേമസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് എന്തായാലും അർജൻറ്റീന കപ്പ് നേടും എന്നുള്ള ഏറ്റവും വലിയൊരു എത്ര ഗോൾ അടിക്കുന്ന നമ്മൾ മിനിമം മെസ്സി തന്നെ ഒരു ഗോൾഡൻ ബൂട്ട് അടിക്കാനുള്ള ഒരു ചാൻസ് കൂടിയുണ്ട്. അതും കൂടിയാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് ടീമായിട്ട് മാറും അർജൻറ്റീന. അതാണ് നമ്മൾ ഏറ്റവും വലിയ ഫേമസ്. ഫൈനലിലെ തീപ്പാർന്നാണ്. ഫൈനൽ പറഞ്ഞാൽ തീപ്പാർന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബാറ്റിനോണ്ട് ഒറ്റയ്ക്കുണ്ട് എല്ലാവരും കൂടിയിട്ട് ഏറ്റവും നല്ല കളിക്കുന്ന ഒരു ടീമായിട്ടാണ് നമ്മൾ ഒരു അർജൻറ്റീനയായിട്ട് മാറുന്നത്. അങ്ങനെയായിരിക്കും ഇന്നത്തെ പ്രകടനം. പ്രകടനം നമ്മൾ തുല്യ ശക്തികൾ തമ്മിലുള്ള പ്രകടനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതായത് അർജൻറ്റീനയും സ്പെയിനാണല്ലോ നമ്മൾ ഇന്ന് ഫൈനലിൽ കളിക്കുന്നത്. അപ്പോൾ നമ്മളെ കോച്ച് ലൂയിസ് ഡെലോ ഉണ്ട്. അവർ അർജൻറ്റീന കോച്ച് സ്കലോണിയാണ്. നമ്മളെ കോച്ചിൻ്റെ ശിഷ്യത്തുള്ളൊരു കോച്ചാണ് ഓപ്പോസിറ്റ് കളിക്കുന്നത്. അതുകൊണ്ട് അധികം നമ്മൾ അവരെ വെല്ലുവിളിക്കാൻ പാടില്ല. എന്നാൽ ലാമാസിനി അക്കാഡമിയിൽ നമ്മൾ ബാഴ്സലോണയിൽ കളിക്കുന്ന കുറേ താരങ്ങൾ രണ്ട് ടീമിലും ഓപ്പോസിറ്റിൽ കളിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എന്നാൽ സ്പെയിൻ ഫാൻസ് എന്ന രീതിയിൽ നമ്മൾ അവരെ എന്തായാലും തോൽപ്പിച്ചിരിക്കും. അതായത് അവരെ ടീം ഡെപ്ത് നമ്മൾ ടീം ഡെപ്ത് വെച്ച് നോക്കിയാൽ നമ്മുടെ ടീം ഡെപ്ത് അവരെ കളി ഒരു എന്താണ് എടുത്തു പറയേണ്ട വ്യത്യാസം അർജൻറ്റീനയിൽ? നമ്മളെ ടീം ഡെപ്ത് പറഞ്ഞാൽ എല്ലാം യൂത്താണ്. അത് 19, 20, 25 വയസ്സുള്ള ആൾക്കാരാണ് നമ്മളെ മെയിനായിട്ടുള്ള പ്ലേയേഴ്സ്. പിന്നെ നമ്മളെ എടുത്തു പറയാനില്ല നമ്മളെ ലെഫ്റ്റ് വിങ് ബാക്ക് കുക്കുറയിലാണെന്ന് പറഞ്ഞാൽ ഗോൾ അടിക്കുകയും ചെയ്യും ഡിഫൻസും ചെയ്യും. അതുകൊണ്ട് തന്നെ കപ്പ് നമ്മൾ എന്തായാലും എടുത്ത് അർജൻറ്റീനയോട് നമുക്ക് അത്യാവശ്യം ഒരു മെസ്സി ഉണ്ടായതുകൊണ്ട് നമുക്ക് സ്നേഹമുള്ളൊരു ക്ലബ്ബാണ്. അപ്പോൾ കപ്പ് 4 ഗോളിൽ നമ്മൾ എന്തായാലും ജയിച്ചിരിക്കും. 4-1 എൻ്റെ ഒരു പ്രഡിക്ഷൻ ഇന്നത്തെ കളിയിൽ എന്തായാലും ജയിച്ചിരിക്കുന്നത്. അർജന്റീന 2 ഗോളിന് ജയിക്കും. കപ്പും കൊണ്ടുപോകും അർജന്റീന. സ്പെയിൻ ഒന്നും അടിക്കൂല. സ്പെയിൻ 3 ഗോളിന് ജയിക്കും. ജമാൽ അടിക്കും 2 ഗോള്. പിന്നെ ബെഡ്രി അടിക്കും. അർജന്റീനക്ക് ഒന്നുമില്ല. അർജന്റീന നോക്കും വേൾഡ് കപ്പ് എടുക്കൂല. അങ്ങനെ ഇന്നത്തെ മത്സരത്തില് 3 ഗോൾ ജയിക്കുന്നു. 3 ഗോൾ അടിക്കും. 3 അർജന്റീന 3 ഗോൾ അടിക്കും. മെസ്സി എത്ര അടിക്കും? മെസ്സി 2 ഗോൾ അടിക്കും. സ്പെയിൻ്റെ ആരടിക്കുന്ന അറിയില്ല. മെസ്സി വരുമ്പോൾ പറയാൻ പറ്റും. എങ്ങനെ കളീനെ വിലയിരുത്തുന്നത്? ഈ രണ്ട് നല്ല അടിപൊളി കളിയായിരിക്കും. മികച്ച പോരാട്ടം തന്നെയായിരിക്കും. കുറേ ആൾക്കാരുണ്ട് നമുക്ക് എതിർക്കുന്ന ആൾക്കാർ. അത് നമ്മൾ ചിന്തിക്കണ്ട. ഫ്രാൻസിന്റെ ആൾക്കാരുണ്ട്, മറ്റേ കുറെ ആൾക്കാരുണ്ട്, ജർമ്മനിന്റെ ആൾക്കാരുണ്ട്. എല്ലാം ഉണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ അർജന്റീന. ഓക്കെ. അർജന്റീന